നമ്മളിപ്പോൾ നിൽക്കുന്ന കാലഘട്ടം പ്രൈസ് ദി ലോർഡ് യുദ്ധമയമാണ് അല്ലേ? എല്ലാവരും യുദ്ധമാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു മിസൈൽ വീണിട്ടുണ്ടാകും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1-2 മിസൈലുകളും ഒരു ജീവനൊക്കെ പോയിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനിൽ, ഇസ്രായേൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇടപെട്ട് നിൽക്കുന്ന ഒരു വലിയ യുദ്ധത്തിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ അടുത്തിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ കേട്ടപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, അവർ ബങ്കറിനകത്ത് എന്ന് പറഞ്ഞാൽ അകത്തുള്ള ഭൂമിക്കടിയിലുള്ള സ്ഥലങ്ങളിൽ അവർ ഓരോ കുടുംബങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ താമസിക്കുക. അവർ പറയുന്നുണ്ട്, ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ പറയുക, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്, നാളെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് യുദ്ധമൊന്നും ഇന്ത്യയിലില്ല, അല്ലെങ്കിൽ ഈ ഭാഗത്തൊന്നും പ്രൈസ് ദി ലോർഡ് യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് നമ്മൾ സേഫാണെന്നൊന്നും പറയരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം പ്രാർത്ഥനയോടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ യുദ്ധവും യുദ്ധസ്ഥിതികളും എന്തുവാ വിളിച്ചറിയിക്കുന്നത്? വിശേഷാൽ ഇസ്രായേൽ യുദ്ധത്തിനകത്ത് അകപ്പെടുമ്പോൾ, ഇസ്രായേലും യുദ്ധവുമായിട്ട് പ്രൈസ് ദി ലോർഡ് ഒരു ബന്ധമുണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, അരുമനാഥൻ്റെ വരവിങ് അടുത്തുപോയി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അരുമനാഥന്റെ വരവിങ് അടുത്തുപോയി. അത് വാതിക്ക തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രൈസ് ദി ലോർഡ് ഇനിയും കാലങ്ങൾ ഒരുപാട് ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല. കർത്താവിന്റെ വരവിങ് അടുത്ത് തന്നെയുണ്ട്. വേഗത്തിൽ നമ്മൾ മാനമേഘങ്ങളിൽ കാഹളനാദം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. പ്രധാന ദൂതന്റെ ശബ്ദത്തോടും പ്രൈസ് ദി ലോർഡ് ദൂതന്മാരുടെ വരവോടും കൂടെ മധ്യാകാശത്തിൽ കർത്താവ് വരും. ആ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അരുമനാഥന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുമ്പോൾ ലോകം മുഴുവനും യുദ്ധവും യുദ്ധശ്രുതികളെയും കുറിച്ച്, യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന യുദ്ധങ്ങളെ കുറിച്ചാണ് പ്രൈസ് ദി ലോർഡ് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് മോശയ്ക്ക് ഇസ്രായേലിനൊരു യുദ്ധമുണ്ടായി, അതെങ്ങനെ നേരിട്ടു എന്നാണ് 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരു ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. 17-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. റെഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. 17-ാം അധ്യായം മുഴുവനും നടക്കുന്നത് റെഫീദീം എന്ന സ്ഥലത്ത് വെച്ചാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോളണം. സ്തോത്രം. 17-ാം അധ്യായത്തിൽ 15-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ പ്രൈസ് ദി ലോർഡ് അവർ വഴിയിൽ വന്നേച്ച് അവർ ചെങ്കടൽ കടക്കുന്ന സമയത്ത് അവർക്ക് പ്രശ്നമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഫറവോനും സൈന്യവും പിന്നാലെ വന്നിട്ട് അവരെ തകർത്ത് കളയുവാൻ തക്കോടെ ശ്രമിക്കുമ്പോൾ ദൈവം കടലിനടുത്തുകൂടെ ഒരു വഴിയൊരുക്കി ഇസ്രായേലിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവരവിടെ പാടി ദൈവത്തെ ആരാധിച്ചു. അത് കഴിഞ്ഞ് അവർ വരുന്ന വഴിയിൽ അവർക്ക് വിശന്നപ്പോൾ ദൈവം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, വയറ് നിറയുന്നത് വരെ, നന്നായിട്ട് നിറയുന്നത് വരെ അവർക്ക് മന്ന കൊടുത്ത് അവർക്ക് മന്ന കൊടുത്ത് അവരെ ദൈവം പോഷിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വെള്ളം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവർക്ക് ആഹാരം കുടിപ്പാനും കഴിപ്പാനും കൊടുത്തിട്ട് അവരെ കൊണ്ടുവന്നിട്ട് പ്രൈസ് ദി ലോർഡ് 17-ാം അധ്യായത്തിൽ വരുമ്പോൾ റെഫീദീം എന്ന സ്ഥലത്ത് അവർ എത്തി. ഈ റെഫീദീം എന്ന വാക്കിന്റെ അർത്ഥം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് റെസ്റ്റ് എടുത്തിരിക്കുക എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് ഈ റെഫീദീം എന്ന വാക്കിന്റെ അർത്ഥം. 17-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രൈസ് ദി ലോർഡ് നിങ്ങൾ ആ 17-ാം അധ്യായത്തിന്റെ അവിടെ 1ഉം 2ഉം വാക്യങ്ങളൊന്ന് വായിച്ചു. 1, 2, 3 വാക്യങ്ങൾ. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലപിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിനും കലപിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്തേ എന്ന് പറഞ്ഞു. റെഫീദീമിൽ നടക്കുന്ന ആദ്യത്തെ സംഭവം ഇസ്രായേൽ എന്ത് ചെയ്തു? ദാഹിച്ചു. നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞു. ഇസ്രായേലിന് ദാഹിച്ചു. ദാഹിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? മോശയോട് പിറുപിറുത്തു. മോശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നോട് കലഹിക്കുന്നത്? ഇപ്പൊ എന്തുവാ വേണ്ടത്? വെള്ളം വേണം അല്ലേ? വെള്ളം ദാഹിക്കുമ്പോൾ വെള്ളം ചോദിക്കുന്നതിന് പകരം കലഹിക്കുന്നത് എന്തിനാ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്തിനാ പിറുപിറുക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു ഇല്ലായ്മ വരുമ്പോൾ, നിങ്ങളൊരു വല്ലായ്മ വരുമ്പോൾ, നിങ്ങൾക്കൊരു തട്ടുകേട് വരുമ്പോൾ, നിങ്ങൾക്കൊരു ക്ഷീണം വരുമ്പോൾ, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എന്തിനാ പിറുപിറുക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. പിറുപിറുക്കുമ്പോൾ അത് ദൈവത്തെ പരീക്ഷിക്കുക. സ്തോത്രം. നമ്മൾ പിറുപിറുക്കുമ്പോൾ നമ്മൾ ആരെ പരീക്ഷിക്കുക? ദൈവത്തെ പരീക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തെ പരീക്ഷിച്ചിട്ട് സ്തോത്രം നമ്മൾ ആ പരീക്ഷയിൽ വീണു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഏറ്റെടുക്കണം. ദൈവത്തെ വിശ്വസിക്കണം. എന്തുവാ വിശ്വസിക്കേണ്ടത്? ചെങ്കടൽ പിളർന്നവൻ പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്ക് കുടിപ്പാനും തരും, ആഹാരവും തരും, നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും, നിങ്ങളെ നന്നായിട്ട് നടത്തുകയും ചെയ്യും. ഒന്ന് നിങ്ങൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തിനൊന്ന് പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവം നിങ്ങളെ നടത്തുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. റെഫീദീം എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അർത്ഥം റെസ്റ്റ് എന്ന. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ ഇവിടെ കാണുന്നത് അകത്ത് നിന്നുള്ള യുദ്ധമാണ്. എന്തു അകത്തു നിന്നുള്ള യുദ്ധം? വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ മോശയുടെ നേരെ പിറുപിറുക്കുന്നു. മോശയെ കൊല്ലുവാനായിട്ട് കല്ലെടുക്കുകയാണ്.
മോശ തന്നെ അവിടെ പറയുന്നുണ്ട്, കർത്താവേ നോക്കിയേ, ഇവരെന്നെ കല്ലെറിഞ്ഞ് കൊല്ലാൻ തക്കവണ്ണം അവർ കല്ലെടുത്ത് തന്നെ എറിയാൻ തുടങ്ങുക, അവരെന്നെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞ് ദൈവത്തോട് മോശ പറഞ്ഞ് പ്രൈസിലോട് പ്രാർത്ഥിക്കുക. എന്ന് പറഞ്ഞാൽ അകത്തൊരു യുദ്ധം, പുറത്തൊരു യുദ്ധം. പ്രൈസിലോട് റെസ്റ്റ് എന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ആത്മീയന്റെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഇനി കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് സാവധാനത്തിലൊന്ന് ഇരുന്നാൽ മതി എന്ന് പറയാനില്ല. പ്രൈസിലോട് ചിലപ്പോൾ അകത്ത് യുദ്ധം വരും, ചിലപ്പോൾ പുറത്ത് നമുക്ക് യുദ്ധം വരും. ഈ സമയങ്ങളിലെല്ലാം ദൈവമക്കളായ ഞാനും നിങ്ങളും പ്രാർത്ഥനയോട് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഇവിടെ അകത്ത് അവര് പിറുപിറുത്തിട്ട് ദൈവത്തിനെ പരീക്ഷിപ്പാനായിട്ട് ശ്രമിക്കുമ്പോൾ മോശ ചോദിക്കും, നിങ്ങൾ അതിനാ ദൈവത്തെ പരീക്ഷിക്കുന്നേ? 8-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ രഫീദ് വെച്ച് പ്രൈസ് ദി ലോർഡ് അവർക്ക് പുറത്തു നിന്നൊരു യുദ്ധം വരിക. ഇപ്പൊ അകത്തു നിന്ന് ആദ്യം ഒരു യുദ്ധം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ് അവർക്ക് ദാഹിച്ചപ്പോ അകത്തുനിന്ന് എല്ലാവരും കൂടെ പ്രശ്നമുണ്ടാക്കി കലഹിച്ചു, മോശയോട് പിറുപിറുത്തു. ഇപ്പൊ നോക്കിയേ, പുറത്തു നിന്നൊരു യുദ്ധം വരിക. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട് ആദ്യമായിട്ട് അവർക്കൊരു യുദ്ധം നേരിടുക. അമലേക്ക് വന്നിട്ട് അവരോട് യുദ്ധം ചെയ്ത് പ്രൈസ് ദി ലോർഡ് അവരെ തകർത്ത് കളയുവാൻ ശ്രമിക്കുക. ഇവര് വന്നത് എവിടെ നിന്നാ? ഇവരെവിടെ നിന്ന് വന്നേ? മിസ്രൈമിൽ നിന്ന്. ഇവർ യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവർക്ക് യുദ്ധം ചെയ്ത് പരിചയമൊന്നുമില്ല. നിങ്ങൾ എന്നോട് റെസ്പോണ്ട് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇവർ യുദ്ധം ചെയ്തൊന്നും പരിചയമൊന്നുമില്ല. ഇവരുടെ കയ്യിൽ ആയുധം വല്ലതും ഉണ്ടോ? ഇല്ല. ഇവരുടെ കയ്യിൽ ഒരു ആയുധവും ഇല്ല. ഇവരവിടെ നിന്നപാടെ ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ പെസക കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളും കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയതിനൊക്കെ മേടിച്ചും അവിടെ നിന്ന് കടം മേടിച്ചും പ്രൈസ് ദി ലോർഡ് അവരോട് ചോദിച്ചു വാങ്ങിയും കൊണ്ട് അതെല്ലാം കൊണ്ട് നിങ്ങൾ മിസ്രൈം വിട്ട് പുറപ്പെട്ടു പോകണം എന്ന് ദൈവത്തിന്റെ ആലോചന വന്നപ്പോ ഒന്നും ആലോചിക്കാതെ, മുമ്പും പിമ്പും ആലോചിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാ. അവരുടെ കയ്യിൽ തോക്കുകളില്ല, അവരുടെ കയ്യിൽ മാരക ആയുധങ്ങളില്ല, അവർക്ക് എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് പരിശീലിച്ചിട്ടില്ല. എന്നാൽ പ്രൈസ് ദി ലോർഡ് അവർ വന്ന് രഫീദീമിൽ എത്തിയപ്പോ അമാലേക്ക് പുറകിൽ നിന്ന് വന്ന് അവരെ യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. യുദ്ധം ആരംഭിക്കുമ്പോ പ്രൈസ് ദി ലോർഡ് നോക്കിയ ഈ ഭാഗത്ത് കാണുന്നത് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അമാലേക്കിനെ എങ്ങനെ യുദ്ധം ചെയ്യുന്നറിയാമോ? ആവർത്തന പുസ്തകം 25-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോ നിന്റെ പിന്നിൽ നിന്നുള്ള ബലഹീനരൊക്കെയും പ്രൈസ് ദി ലോർഡ് സംഹരിച്ചു കളഞ്ഞു എന്ന് നീ ഓർത്തുകൊള്ളുക. അപ്പൊ എവിടെ യുദ്ധം നടന്നേ? നിങ്ങൾ വചനം ശ്രദ്ധിക്കുന്നില്ലേ? എവിടെ യുദ്ധം നടന്നേ? എവിടാ? പുറപ്പെട്ട് അവർ രഫീദീമിലെത്തിയപ്പോ പ്രൈസ് ദി ലോർഡ് അവർ കൂട്ടമായി വരുമ്പോ എവിടെ ആക്രമിച്ചത്? പുറകിലെ. പ്രൈസ് ദി ലോർഡ്. പുറകിലാണ് ആക്രമണം നടന്നത്. മുമ്പിൽ ഇപ്പോൾ അവർക്ക് ആക്രമണം ഉണ്ടായോ? ഇല്ല. പുറകിലാണ് ആക്രമണം നടന്നത്. എന്തുവാ ഈ പുറകിൽ നടക്കുന്നത്? പ്രത്യേകത കണ്ടിട്ടുണ്ടോ? പള്ളി വന്ന ഏറ്റവും പുറകിലേ ഇരിക്കത്തുള്ളൂ, മീറ്റിങ്ങിന് പോയാൽ ഏറ്റവും പുറകിലേ ഇരിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആരാധനയുടെ ഇടയിലാണെങ്കിൽ ഏറ്റവും പുറകിലേ ഇരിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്ത് കാര്യം വന്നാലും ഞാനൊന്നും മുമ്പിലോട്ടില്ല, ഞാൻ എന്ത് ചെയ്യും? പുറകിലേ ഇരിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പാട്ട് പാടുമ്പോൾ ഞാൻ പാടത്തില്ല, കൈയടിച്ചാലും ഞാൻ എന്ത് ചെയ്തില്ല? കൈയടിക്കത്തില്ല. ആരാധിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ആരാധിക്കത്തൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പതിയെ തള്ളി ഉന്തിയൊക്കെ ഞാൻ അങ്ങനെ അങ്ങ് പോകാം. ഈ തള്ളി ഉന്തി പോയതാണ് പുറകിൽ നിന്ന് പോയത്. പ്രൈസ് ദി ലോർഡ്. എന്തുവാ? നിന്നും പതിയെ ഇരുന്നും ഇവരൊക്കെ പോകുന്നുണ്ട്. അവരുടെ കൂടെ അവശത ബാധിച്ച് ഈ പിന്നാമ്പുറത്ത് നിന്നൊക്കെ പോയവരാണ്. നിങ്ങൾക്ക് ഈ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടിച്ചു കൊണ്ടുവരത്തില്ലേ? അവരെ കൊണ്ടുവന്നിട്ട് അവര് മിസ്രൈം ചെങ്കടലിലെത്തി. നിങ്ങൾ നോക്കണം, 6 ലക്ഷം പുരുഷന്മാരും അവരുടെ സ്ത്രീകളും കുട്ടികളും അടക്കം ഒരു 10-18 ലക്ഷം ജനം കാണും. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ അവർ ചെങ്കടലിലെത്തി. മുൻപിൽ എന്തുവാ? ചെങ്കടല്. പുറകിൽ എന്തുവാ? ഫറവോനും സൈന്യവും. ഈ മുമ്പിൽ നിൽക്കുന്നവരെന്തുവാ കണ്ടേ? ചെങ്കടല് കണ്ടു. പുറകിൽ നിൽക്കുന്നവരെന്താ കണ്ടേ? ആ ഫറവോനും സൈന്യവും. ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നവർ പറഞ്ഞു, അയ്യോ ചെങ്കടലാണ്. അപ്പൊ മോശയോട് ദൈവം പറഞ്ഞു, കൈയിരിക്കുന്നത് എന്തുവാ? വടിയാണ്. അതിനെ എടുത്ത് കടലിന്റെ നേരെ നീട്ടാൻ പറഞ്ഞു. കടലിന്റെ നേരെ നീട്ടിയപ്പോ അവിടെ എന്ത് ചെയ്യുന്നു? വഴിമാറി. പ്രൈസ് ദി ലോർഡ്. ചെങ്കടൽ വഴിമാറി, അവിടെ വഴി തെളിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവർ അക്കരെ കടന്നു. അവർ സ്തോത്രം പറഞ്ഞു. അവര് പറഞ്ഞു, ചെങ്കടൽ പിളർന്ന ദൈവത്തെയാ ഞങ്ങൾ ഇന്ന് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മുമ്പിൽ പ്രതികൂലം ഉണ്ടായിരുന്നു. അവിടെ ദൈവം ഞങ്ങൾക്ക് വഴി തുറന്ന് ഞങ്ങളെ അവൻ അക്കരെ നടത്തി.
പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ വഴി അടഞ്ഞ് നിൽക്കുക, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ഞങ്ങളുടെ വഴി തടഞ്ഞ് നിൽക്കുന്ന ചെങ്കടലിന്റെ അനുഭവങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെങ്കടലിനെ മാറ്റും. ഇസ്രായേലിന് അക്കരെ കടക്കുവാൻ തക്കവണ്ണം അവൻ ചെങ്കടലിനകത്തുകൂടെ വഴി തുറന്ന് അവരെ അക്കരെ കടത്തി. ഇനി ശ്രദ്ധിച്ചോ, ഈ പുറകെ വന്നവര് ആരെ കണ്ടേ? ഫറവോനെ സൈന്യത്തെ. അവരെന്തുവാ പറഞ്ഞേ? അയ്യോ, ദേ പുറകെന്ന് ഫറവോനും സൈന്യവും വരുന്നുണ്ട്, ഞങ്ങളെ ഇപ്പൊ കൊല്ലും. അവര് പേടിച്ച് കരയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവര് മുമ്പ് നിൽക്കുന്നതുമില്ല, മുമ്പിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയുന്നില്ല. മുമ്പിൽ എന്തുവാ? പ്രൈസ് ദി ലോർഡ്. ചെങ്കടൽ പിളർന്നിട്ട് ജനം പൊക്കോണ്ടിരിക്കുക. ഇവര് കാണുന്നത് എന്തുവാ? ഫറവോ വരുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഇവരാ പുറകിൽ നിന്ന് കാണുന്നത്. ഇവർ ആദ്യം എല്ലാവരും പോയപ്പോ എല്ലാവരും പോയാട്ടെ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല, ഞങ്ങൾ പതിയെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പതിയെ ഇരുന്നും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങ് പതിയെ വന്നോളാം, ഞങ്ങൾക്ക് വലിയ എത്തിച്ചാട്ടവും ബഹളമൊന്നുമില്ല, ഞങ്ങൾ പതിയെ അങ്ങ് വന്നോളാം. പ്രൈസ് ദി ലോർഡ്. ആരാധന നിങ്ങൾ എല്ലാവരും പാടി ആരാധിച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനെങ്കിൽ പുറകിൽ എല്ലാം കണ്ടുകൊണ്ടൊക്കെ അങ്ങ് ഇരുന്നോളാം. പ്രൈസ് ദി ലോർഡ് എന്നും പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ പിശാച് പുറകിൽ നിന്നിറങ്ങും. നിങ്ങൾ എത്രത്തോളം പുറകോട്ട് വലിയോ അത്രത്തോളം വെട്ടുകിട്ടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എത്രത്തോളം പുറകോട്ട് വലിയോ, എത്രത്തോളം പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട, കൂട്ടായ്മ വേണ്ട, ഞാൻ പതിയെ നിന്നും ഇരുന്നൊക്കെ വരാമെന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ കുഴപ്പമൊന്നും കാണത്തില്ല. എന്നാൽ പതിയെ പതിയെ പോകുമ്പോൾ പിശാച് വരുന്നത് ഏറ്റവും പുറകിലാ. ശത്രു ആക്രമിക്കുന്നത് പുറകിൽ നിന്നാ, മുമ്പിൽ പോകുന്നവനെയല്ല. കാരണം അവന്റെ കയ്യിൽ ആയുധമുണ്ട്, അവൻ അത്ഭുതം കണ്ടവനാ, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, അവന് വേണ്ടിയിട്ട് ചെങ്കടലിനെ ദൈവം പിളർക്കും. പ്രൈസ് ദി ലോർഡ്. ഈ പുറകുന്നു പോകുന്നവരാണ് എന്തുണ്ടാകുന്നത്? പ്രശ്നം ഉണ്ടാകുന്നത്. അവർക്ക് ആ പ്രശ്നമുള്ള നോക്കിയേ, അവർ ഈ പുറകുന്നു പോയച്ച് നോക്കി ഇവിടെ അമാലേക്ക് വന്നിട്ട് അവരോട് യുദ്ധം ചെയ്തു. ഇനി നോക്കിയേ, ഈ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇവരുടെ ആരുടെയും കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. ഇവർക്ക് യുദ്ധം ചെയ്യാനായിട്ട് അറിയത്തില്ല. ശത്രു വേഗത്തിൽ വന്നു. എന്നാൽ ദൈവം പറയുക, പ്രൈസ് ദി ലോർഡ്. മോശ പറഞ്ഞു, നോക്ക്, ഒരു കാര്യം ചെയ്യ് യോശുവേ, നീ തിരഞ്ഞെടുത്ത ചിലരെ തിരഞ്ഞെടുത്തുകൊണ്ട്, ആ ഭാഗം ഒന്ന് വായിച്ചേ, 17-ാം അധ്യായം 9-ാമത്തെ വാക്യം. നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട്, ഞാൻ ചോദിക്കട്ടെ, ഈ വന്ന 6 ലക്ഷം പുരുഷന്മാരിൽ യുദ്ധം ചെയ്തവരാരെങ്കിലും ഉണ്ടോ? അവർ യുദ്ധം ചെയ്തവരാണോ? അല്ല. അവരവിടെ ഇഷ്ടിക ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാ, അവരടിമകളാ. അവരവിടെ യുദ്ധക്കളത്തിൽ നിന്നവരൊന്നും അല്ല, യുദ്ധം ചെയ്യാനായിട്ട് പോയവരുമല്ല. അവരടിമക്കളത്തിൽ നിന്ന അവരെ പ്രൈസ് ദി ലോർഡ് ദൈവം ഇപ്പൊ പറയുക, സ്തോത്രം, യോശുവയോട് പറയുക, നീ ആളുകളെ തിരഞ്ഞെടുത്ത്. എന്റെ ചോദ്യം, യുദ്ധം അറിയാത്തവൻ എങ്ങനെയാ യുദ്ധം ചെയ്യുന്നേ? നിനക്കെതിരെ ഒരു ശത്രു വരുമ്പോ നിനക്ക് യുദ്ധം അറിയത്തില്ലെങ്കിൽ കർത്താവിന്റെ വചനം പറയുക, യുദ്ധത്തിനായി അവൻ എൻ്റെ കൈകളെയും പോരിനായി അവൻ എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. യുദ്ധത്തിനായി എൻ്റെ കൈകളെ, കർത്താവേ, എനിക്ക് ഈ വിഷയത്തോട് എങ്ങനെയാ പോരാടേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവേ, എനിക്ക് നേരെ വരുന്ന, എൻ്റെ കുടുംബത്തിന് നേരെ വരുന്ന ഈ വിഷയങ്ങളോട് പോരാടാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല, എനിക്കറിയത്തില്ല. ആ യുദ്ധതന്ത്രം എനിക്കറിയത്തില്ല. ഞാൻ എങ്ങനെ അതിനോട് ഫൈറ്റ് ചെയ്യേണ്ടത്? എൻ്റെ കുടുംബത്തിന് നേരെ വരുന്നത്, എൻ്റെ തലമുറയ്ക്ക് നേരെ വരുന്നത്, പ്രൈസ് ദി ലോർഡ്, എന്റെ സമ്പത്തിന് നേരെ വരുന്നത്, എന്നെ തകർത്ത് കളയുവാൻ, എന്നെ ഞെരുക്കി കളയുവാൻ ശത്രുവായവൻ എന്നോട് പോരാടുമ്പോൾ ഇതിനോട് പ്രതികരിപ്പാൻ എനിക്കറിയത്തില്ല. കർത്താവിന്റെ വചനം പറയുക, കുഞ്ഞേ, യുദ്ധത്തിനായി നിന്റെ കൈകളെയും പോരിനായി നിന്റെ വിരലുകളെയും അവൻ മെനഞ്ഞുവാ. പ്രൈസ് ദി ലോർഡ്. യുദ്ധത്തിനായി നിന്റെ കൈകളെയും പോരിനായി നിന്റെ വിരലുകളെയും അവൻ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് യുദ്ധം അറിയത്തില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് അവൻ യുദ്ധം ചെയ്യിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക. സ്തോത്രം. എനിക്ക് അറിയത്തില്ല കർത്താവേ, ഇതിനോട് എങ്ങനെയാ യുദ്ധം ചെയ്യുന്നത്? നോക്കി, 2 തരത്തിലുള്ള യുദ്ധങ്ങൾ നിങ്ങളിവിടെ കാണും. ഒന്നാമത്തെ യുദ്ധം 14-15 അധ്യായങ്ങളിൽ ഇസ്രായേൽ പുറപ്പെട്ട് ചെങ്കടൽ വന്നപ്പോൾ ദൈവം ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അവിടെ ഇസ്രായേൽ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അവര് വന്നു, ചെങ്കടൽ വന്നു, അവിടെ നിൽക്കുകയാണ്. ദൈവം കിഴക്കൻ കാറ്റുകൊണ്ട് വെള്ളത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മായിച്ച് അതിനകത്തുകൂടെ പ്രൈസ് ദി ലോർഡ് ഇസ്രായേലിന് മറുകര കടക്കുവാൻ തക്കവണ്ണം വഴി തുറന്നു കൊടുത്തു. ചെങ്കടലിനെ പിളർന്ന് അവിടെ ദൈവം വഴി തുറന്നു കൊടുത്തു. ഇസ്രായേലിനോട് പറഞ്ഞു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. നിനക്കിവിടെ യുദ്ധമില്ല, ഈ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, നീ മിണ്ടാതിരിക്കുക. രണ്ടാമത്തെ യുദ്ധം എന്തുവാ? ഇസ്രായേലിനോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഇവിടെ ദൈവമല്ല ഡയറക്റ്റ് യുദ്ധം ചെയ്യുന്നത്, നീ ഇറങ്ങി യുദ്ധം ചെയ്യണം. ചില യുദ്ധങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ചില യുദ്ധങ്ങളിൽ ദൈവം നിങ്ങളോട് ഇറങ്ങാൻ പറയും. സ്തോത്രം. ചില യുദ്ധങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ചില യുദ്ധങ്ങളിൽ ദൈവം നിങ്ങളോട് ഇറങ്ങാൻ പറയും. കാര്യം എന്തെന്നറിയാമോ? യുദ്ധം
പരിശീലിപ്പിക്കുന്നത് കർത്താവ്. എല്ലാ നാളും കർത്താവേ എന്റെ പനി മാറ്റി തരണം, എന്റെ പ്രശ്നം ഇങ്ങനെ മാറ്റി തരണം. കർത്താവ് പറയും ചില ദിവസം ചില സ്ഥലങ്ങളിൽ നിന്നോട് പോയി നിൽക്കാൻ പറയും, നിന്നോട് പോയി അവിടെ പ്രവർത്തിക്കാൻ പറയും. നീ എന്തൊക്കെ ചെയ്താലും പ്രൈസ് ദി ലോർഡ് വിജയം തരുന്നത് കർത്താവാണ്. ആമേൻ. നീ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും, എനിക്ക് കഴിയാത്ത വിഷയങ്ങളിൽ ഞാൻ ഇടപെടേണ്ടി വന്നാലും കർത്താവിന്റെ വചനം പറയുക, ഫൈനലി നിനക്ക് വിജയം തരുന്നത് കർത്താവ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, രഫീദിമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പൊ മോശ യോശുവയോട് നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. യോശുവ യുദ്ധത്തിന് പോകാൻ പറയുമ്പോ മോശ എന്തുവാ പറയുന്നേ? നീ യുദ്ധത്തിന് പുറപ്പെട്ടോ, ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പോയി എന്ത് ചെയ്യാം? കുന്നിൻ മുകളിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. യുദ്ധം നടക്കുമ്പോൾ നടക്കേണ്ട അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥനയില്ലാതെ യുദ്ധം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയില്ലാതെ യുദ്ധം ചെയ്യരുത്. യുദ്ധകാലത്തിൽ നോക്കിയേ, ഇവിടെ യോശുവയോട് യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ മോശ പറയുക, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. ഈ വടിയാണ് മോശ മിദ്യാനിൽ നിൽക്കുമ്പോൾ ഉപയോഗിച്ച വടി. പ്രൈസ് ദി ലോർഡ്. ഈ വടിയോടാണ് ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, മോശെ നിന്റെ കയ്യിൽ എന്തുവായിരിക്കുന്നത്? എൻ്റെ കയ്യിൽ വടിയായിരിക്കുന്നത്. ഇത് എന്ത് വടിയാ? ഇത് ഞാൻ ആട് മേയ്ക്കാൻ ഉപയോഗിച്ച വടിയാ. ദൈവം പറഞ്ഞു ആ വടിയെ നിലത്തോട്ട് ഇടാൻ പറഞ്ഞു. നിലത്തിട്ടു. നിലത്ത് എന്തായി മാറി? അത് സർപ്പമായി മാറി. പ്രൈസ് ദി ലോർഡ്. അതിന്റെ വാലയിലൊന്ന് പിടിക്കാൻ പറഞ്ഞു. മോശ മടിച്ച് പേടിച്ച് വാലയിലൊന്ന് പിടിച്ചു. ആ വടി പ്രൈസ് ദി ലോർഡ്, ആ പാമ്പ് പിന്നെയും വടിയായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. അത് നിലത്തിട്ടു. മിസ്രൈമിൽ വന്നു കഴിഞ്ഞപ്പോ ആ വടി നിലത്തിട്ടപ്പോ അത് സർപ്പമായി മാറി. ആ സർപ്പം മറ്റുള്ള പ്രൈസ് ദി ലോർഡ് ഫറവോന്റെ പ്രൈസ് ദി ലോർഡ് മന്ത്രവാദികളുടെ പാമ്പുകളൊക്കെയും അതെന്ത് ചെയ്തു? വിഴുങ്ങിക്കളഞ്ഞു. സ്തോത്രം. ആ വടിയാണ് ഇപ്പൊ കയ്യിരിക്കുന്നത്. അത് വിശ്വാസമാ, അത് പ്രാർത്ഥനയാ. മോശ പറയുക, നീ പ്രൈസ് ദി ലോർഡ്, നീ യുദ്ധത്തിനായിട്ട് പോകുമ്പോ ഞാൻ വിശ്വാസത്തോടെ നിന്റെ യുദ്ധത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കുറച്ച് കളയാത്തൊരു കാര്യം എന്തുവാ? പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കുറയ്ക്കരുത്. നിങ്ങൾക്കൊരു പോരാട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് മുഴങ്കാലിൽ ഇരിക്കുന്ന ഒരു സമയം തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങളുടെ വീട്ടിനകത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രൈസ് ദി ലോർഡ് ഒരു യുദ്ധമുറിയും നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടാകണം. അവിടെയാ ശരിക്കുമുള്ള പോരാട്ടം നടക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കണ്ട യുദ്ധം എവിടെയാ? അമാലേക്കുമായിട്ട് യോശുവ ചെയ്യുന്ന യുദ്ധമാ. അത് നമ്മൾ കണ്ട യുദ്ധമാ. എന്നാൽ ശരിക്കുള്ള യുദ്ധം നടന്ന അവിടെയാണോ? അല്ല, കുന്നിന്റെ മുകളിലാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യോശുവയും അമാലേക്കുമായിട്ട് പൊരുതുന്നത് വാളുകൊണ്ടും പരിച കൊണ്ടും ഒക്കെയാ. ആ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോ മോശ പറയുന്നുണ്ട്, ഞാൻ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടിയും പിടിച്ചിരിക്കും. ശരിക്കുമുള്ള യുദ്ധം നടക്കുന്നത് ഇനി താഴ്വരയിലല്ല, ശരിക്കുമുള്ള യുദ്ധം നടക്കുന്നത് അങ്ങ് മുഴങ്കാലിലാ. പ്രൈസ് ദി ലോർഡ്. ശരിക്കുമുള്ള യുദ്ധം നടക്കുന്നത് ഇനി താഴ്വരയിലല്ല, ശരിക്കുമുള്ള യുദ്ധം നടക്കുന്നത് അങ്ങ് പ്രൈസ് ദി ലോർഡ് കുന്നിന്റെ മുകളിലാ. അത് മുഴങ്കാലിലാ, അത് ആത്മാവിലാ. അത് പ്രാർത്ഥനക്കാരനുള്ള യുദ്ധമാ, അത് ആത്മാവിലുള്ള യുദ്ധമാ, അത് ജഡത്തിലുള്ള യുദ്ധമല്ല. അത് ആത്മാവിലെ ദൈവത്തോട് ആരാധിച്ചുകൊണ്ട് മുഴങ്കാലിൽ ഒരു ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ, ആത്മാവിൽ ആരാധിക്കുമ്പോ, യുദ്ധം ചെയ്യുമ്പോ ശത്രുവിന്റെ ബലം തകർക്കുന്ന ആത്മാവിലുള്ള യുദ്ധമാണ്. Praise the Lord. Hallelujah. Hallelujah. Glory to God. യുദ്ധം അറിയാത്തവൻ യുദ്ധം ചെയ്യുന്ന കണ്ടോ? എനിക്ക് എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് അറിയത്തില്ല. യുദ്ധകാലത്തിൽ ഈ അമലേക്കം നിങ്ങളിങ്ങനെ ചെറിയ കാര്യമായിട്ടൊന്നും പറയരുത്. അമലേക്ക് അന്നത്തെ കാലത്ത് ഈജിപ്തുകാരെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള വലിയൊരു സൈന്യമാണ് ഈ അമലേക്ക്. അമലേക്ക് എന്ന് പറയുന്നത് നമ്മുടെ യേശാവിൻ്റെ കൊച്ചുമകന്റെ പാരമ്പര്യമാണ്. യാക്കോബ് യേശാവ്, യേശാവിന്റെ കൊച്ചുമകന്റെ പാരമ്പര്യത്തിൽപ്പെട്ടതാണ് ഈ അമാലേക്ക് സൈന്യം. ഇവർ ചെറിയ പുള്ളികളൊന്നുമല്ല. ഇവർക്ക് അത്യാവശ്യം നല്ല ആയുധങ്ങളുണ്ട്. അന്ന് തന്നെ വലിയ ടീമുകളോടൊക്കെ നന്നായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കുന്നവരാണ് ഈ അമാലേക്കിന്റെ സൈന്യം. ആ ഒരു സൈന്യമാണ് പ്രൈസ് ദി ലോർഡ് ദൈവജനത്തിന്റെ നേരെ പുറകിൽ നിന്ന് ആക്രമിച്ചു കയറിയത്. അവരെ ആക്രമിക്കാൻ തുടങ്ങുമ്പോ പ്രൈസ് ദി ലോർഡ് മോശ പറഞ്ഞു, നീ അവരെ കണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. അവർ പേടിച്ച് നിലവിളിച്ചോ? ഇല്ല. ഒന്നാമത്തെ നിങ്ങൾ 17-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്തിൽ വരുമ്പോ പ്രൈസ് ദി ലോർഡ് ജനത്തിന് ദാഹിച്ചു. ജനം മോശയെ നോക്കി പിറുപിറുത്തു. മോശ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവം പറഞ്ഞു, നിന്റെ കയ്യിരിക്കുന്നത് എന്തുവാ? വടിയാ. നീ ആ വടി കൊണ്ട് നേരെ നടക്ക്, ജനത്തിന് മുന്നേ നടക്കണം.
ഹോറേബിൽ ഒരു പാറയുടെ മുകളിൽ ഞാൻ നിൽക്കും, നീ അവിടെ അടിക്കണം, അതിൽ നിന്ന് നിനക്ക് വെള്ളം കിട്ടും. കാര്യം മനസ്സിലായി. വടി കയ്യിലെടുക്കണം, വിശ്വാസത്തോടെ പോണം, പാറയെ അടിക്കണം, വെള്ളം വരും. രണ്ടാമത്തെ പ്രാവശ്യം അമാലേക്കിന്റെ സൈന്യം യുദ്ധം ചെയ്യാൻ വരുമ്പോൾ മോശ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഭക്തനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചുള്ള പരിചയമുണ്ട്. അതുകൊണ്ട് പിന്നെയും പോയി ദൈവത്തോട് ആലോചന ചോദിക്കാനൊന്നും നിന്നില്ല. അങ്ങനെ ഇവിടെ എഴുതിയിട്ടില്ല. എന്തായാലും മോശ പറഞ്ഞു യോശുവയോട്, നീ യുദ്ധം ചെയ്യാൻ പോ, എൻ്റെ കയ്യിൽ വടിയുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളോട് പറയണം, ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ മുഴങ്കാലം നിൽക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരൊക്കെ പറയണം, പ്രാർത്ഥിക്കുന്നവർ ദിവസങ്ങളിൽ മുഴങ്കാലിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായാൽ നിന്റെ ഭവനത്തിൽ നടക്കുന്ന യുദ്ധങ്ങളെ തീർക്കുവാൻ സ്വർഗത്തിന് താല്പര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ജോലിക്കെതിരെ പ്രൈസ് ദി ലോർഡ് ശത്രുവായവൻ ഇറക്കി വിടുന്ന എല്ലാ യുദ്ധങ്ങളെയും സ്വർഗത്തിന് അവസാനിപ്പിക്കാൻ കഴിയും. നിങ്ങൾ മുഴങ്കാലിൽ നിൽപ്പാൻ, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇടപെടും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എത്രത്തോളം ആത്മാവിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. നിങ്ങളുടെ ജഡത്തിലെ പ്രശ്നങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് ഒരു പരിഹാരമുണ്ടാകും. നിങ്ങൾ എത്രത്തോളം ആത്മാവിൽ യുദ്ധം ചെയ്യുക, അത്രത്തോളം നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടാകും. അതിന്റെ 11ഉം 12ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോ, മോശ ആരാ? ദൈവപുരുഷൻ, പ്രാർത്ഥനക്കാരൻ, ദൈവത്തിന്റെ വടി കയ്യിലുള്ളവൻ. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ആര് ജയിക്കും? ഇസ്രായേൽ ജയിക്കും. മോശ കൈ താഴ്ത്തിയിരുമ്പോ അമലേക്ക് ജയിക്കും. മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥനക്കാരന്റെ കൈ ഉയർന്നിരിക്കുമ്പോ ശത്രു തോക്കും, പ്രാർത്ഥനക്കാരന്റെ കൈ താഴ്ന്നിരിക്കുമ്പോ ശത്രു ജയിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനക്കാരന്റെ മുഴങ്കാലം നിൽക്കുമ്പോ, അവൻ കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോ പ്രൈസ് ദി ലോർഡ് ശത്രു തോക്കും, അവന്റെ കൈ താഴ്ന്നിരിക്കുമ്പോ ശത്രു ജയിക്കും. അയ്യോ എന്റെ വീട്ടിൽ ശത്രുവാ, അയ്യോ എന്റെ കുടുംബത്തിൽ ശത്രു കയറിയിരിക്കുക, അയ്യോ എന്റെ ഭവനത്തിലെ ബന്ധനം മാറുന്നില്ല. പ്രാർത്ഥനക്കാരന്റെ കൈ ഉയർന്നിരിക്കട്ടെ, ശത്രു അവിടെ തോക്കും. പ്രൈസ് ദി ലോർഡ്. ശത്രു തോക്കണമെങ്കിൽ പ്രാർത്ഥനക്കാരന്റെ കരം ഉയർന്നിരിക്കണം. ശത്രു നിങ്ങളുടെ കരം താഴുമ്പോ അത് ശത്രുവിന് ജയമാ. മോശയുടെ കൈ ഉയരുന്നതനുസരിച്ചാണ് യുദ്ധത്തിന്റെ ഗതി മാറുന്നത്. പ്രാർത്ഥനയുടെ രീതിയും പ്രാർത്ഥനയുടെ സ്വഭാവവും പ്രാർത്ഥനയുടെ ക്രമവും മാറുന്നതനുസരിച്ച് നിങ്ങളുടെ യുദ്ധത്തിന്റെ രീതിയും മാറും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എന്ത് യുദ്ധമുണ്ടെന്നുള്ളത് വിഷയമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം. പ്രൈസ് ദി ലോർഡ്. മോശ കൈ വേദനിക്കുമ്പോ കൈ താഴുന്നതനുസരിച്ച് താഴ്വരയിൽ ഇസ്രായേൽ തോക്കുക. പ്രൈസ് ദി ലോർഡ്. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോ ഇസ്രായേൽ നിന്ന് പൊരുതുക, അമാലേക്ക് ഒരു തോറ്റുകൊണ്ടിരിക്കുക. ആയുധമുള്ളവൻ, ശ്രദ്ധിച്ചോ, ആയുധമുള്ളവൻ, കയ്യിൽ ആയുധങ്ങളുള്ളവൻ, കയ്യിൽ വാളും പരിചയമുള്ളവൻ, പ്രൈസ് ദി ലോർഡ്, തങ്ങളുടെ കൂടെ പടക്കോപ്പുകൾ ഉള്ളവൻ, പ്രൈസ് ദി ലോർഡ്, അവിടെ നിന്ന് പൊരുതിയിട്ട് പ്രൈസ് ദി ലോർഡ് യുദ്ധം അറിയാത്തവനോട് അവർ പരാജയപ്പെടുന്ന കാര്യം എന്തെന്നറിയാമോ? കുന്നിന്റെ മുകളിൽ ഒരുവൻ മുഴങ്കാലിൽ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. യുദ്ധമറിയാത്ത ഇസ്രായേൽ യുദ്ധം ചെയ്യാനായിട്ട് പ്രൈസ് ദി ലോർഡ് അവർ തോക്കുമെന്ന ഗതി വരുമ്പോൾ മോശ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുക. മോശ കൈ താഴുമ്പോൾ ഇവിടെ യുദ്ധം തോക്കും. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇവിടെ അവർ യുദ്ധം ചെയ്യിക്കും. ഈ പഴയ നിയമത്തിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ ഇസ്രായേലിനെ നശിപ്പിച്ച് കളയാൻ തക്കവണ്ണം രാജാവിൽ നിന്ന് ഓർഡർ മേടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. ആരാത്? ഹാമാന് ഏറ്റവും വലിയ പ്രശ്നം ആരോടെന്നറിയാമോ? മൊർദെഖായിയോടാ. കാര്യം എന്തോ? ഈ മൊർദെഖായി പ്രാർത്ഥനക്കാരന് ഒന്നാലും മൊർദെഖായി വാതിൽക്കൽ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് എസ്തേർ രാജ്ഞി വസ്തിക്ക് പകരം രാജ്ഞിയായിട്ട് പ്രൈസ് ദി ലോർഡ് കൊട്ടാരത്തിലോട്ട് വരുന്നത്. ഇപ്പോൾ ഹാമാന് ഭയങ്കര പ്രശ്നമായി. എന്തായാലും ഹാമാൻ പതിയെ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് രാജാവിനോട് ചട്ടം കൂടി, രാജാവിന്റെ പതിയെ കൂടി എഴുന്നേറ്റ് പറഞ്ഞു ഇസ്രായേലിനെ മുഴുവനും തീർത്ത് കളയുവാനുള്ള പ്രൈസ് ദി ലോർഡ് ഓർഡറൊക്കെ ഒപ്പിട്ട് മേടിച്ച് രാജാവിനെ കൊണ്ട് അത് സീൽ ചെയ്തൊക്കെ മേടിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് നടക്കുക. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു പ്രൈസ് ദി ലോർഡ് മൊർദെഖായിയെ തൂക്കിലേറ്റാനായിട്ടുള്ള കഴുകുമരകമൊക്കെ തീർപ്പ്
കൽപ്പിച്ചിട്ട് അതൊക്കെ റെഡിയാക്കി അങ്ങ് നിർത്തിയിരിക്കുക. ഒരൊറ്റ ആജ്ഞ മതി, ഈ മൊർദെഖായിയെ അങ്ങ് കൊന്നുകളയണം. ഇനി ഇവൻ ബാക്കി പാടില്ല. കാര്യം എന്തുവാ? ഇവൻ പ്രാർത്ഥിക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഇവൻ യഹൂദനാ, ഇവൻ പ്രാർത്ഥിക്കുന്നവനാ, ഇവനെ ഇനി ബാക്കി വെക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ കഴുകുമരമൊക്കെ തീർത്ത് ഇങ്ങനെ വെച്ചോണ്ട് നടക്കുക ഈ ഹാമാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഒന്ന് വീട്ടിലോട്ട് പോയി. വീട്ടിൽ കയറി ആഹാരം കഴിച്ചിട്ട് ഭയങ്കര സന്തോഷം. ഭാര്യ ചോദിച്ചു, എന്തോ എത്ര വലിയ സന്തോഷം? നിനക്കറിയത്തില്ല, വലിയ സന്തോഷമാ, കാളുകളായ എൻ്റെ ആഗ്രഹമാ ഈ യഹൂദന്മാരെ കൊന്നൊടുക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴാണ് അത് ശരിയായത്. രാജാവിനോട് ഞാൻ കാര്യമൊക്കെ പറഞ്ഞു. രാജാവ് പറഞ്ഞു, ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഓർഡർ എനിക്ക് തന്നിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഓർഡർ ഉണ്ട്. ഓ, അതാണ് സന്തോഷം. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്തോ ആ കാര്യം? പ്രൈസ് ദി ലോർഡ്. അവിടെ യഹൂദനായ മൊർദെഖായി എന്നൊരുത്തൻ ഇരിപ്പുണ്ടല്ലോ. എനിക്കറിയാം. അവനെ കൊല്ലാനായിട്ട്, അവനെ കൊന്നുകളയാൻ പ്രൈസ് ദി ലോർഡ് കഴുകുമരം തീർക്കാനായിട്ടുള്ള ഓർഡർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രൈസ് ദി ലോർഡ്, നീ പുറത്തിറങ്ങി നോക്കിയേ, അവനെ കൊന്നുകളയാനുള്ള കഴുകുമരം ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഹാമാന്റെ ഭാര്യ ചിരിച്ചില്ല. ഹാമാന്റെ ചിരിയൊക്കെ മാറിയില്ല. ഹാമാൻ ചിരിച്ചു, ഹാമാന്റെ ഭാര്യ ചിരിക്കുന്നില്ല. നീ എന്താ ചിരിക്കാത്തെ? അപ്പൊ ഹാമാന്റെ ഭാര്യ പറഞ്ഞു, അവൻ യഹൂദനാ. അവൻ യഹൂദനായതുകൊണ്ട് നീ അവനെ ജയിക്കത്തില്ല. നിന്റെ കയ്യിൽ കഴുകുമരമുണ്ടെന്നുള്ളത് റെഡിയാ. നീ കഴുകുമരം റെഡിയാക്കി വച്ചിരിക്കുന്നുള്ളതും ശരിയാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കയ്യിൽ രാജാവിന്റെ ഓർഡർ ഉണ്ടെന്നുള്ളതും ശരിയാ. അവനെ തീർത്ത് കളയാൻ നിന്റെ കയ്യിൽ ഓർഡർ ഉണ്ടെന്നുള്ളതും ശരിയാ. പക്ഷെ നീ ജയിക്കത്തില്ല. കാരണം അവൻ പ്രാർത്ഥനക്കാരനാ. പ്രൈസ് ദി ലോർഡ്. നിനക്കെതിരെ എത്ര തന്നെ ആയുധങ്ങൾ വന്നാലും ഉടമ്പടിക്കകത്ത് നിൽക്കുന്ന ദൈവ പൈതലെ വിശ്വാസത്തോടെ പറയണം, ഒരനർത്ഥവും എനിക്ക് ഭവിക്കയില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഒരനർത്ഥവും എനിക്ക് ഭവിക്കയില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കയില്ല. എന്റെ വശത്ത് 1000 പേരും എന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, അതെങ്കിലും എന്നോട് അടുത്ത് വരികയില്ല. എന്റെ കണ്ണുകൊണ്ട് നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം ഞാൻ കാണും. പ്രൈസ് ദി ലോർഡ്. ഹാമാന്റെ ഭാര്യ, അവള് വിശ്വാസിയൊന്നുമല്ല, അവക്കൊരു സത്യം അറിയാം. അവൻ പ്രാർത്ഥിക്കുന്നവനാ. നീ ഇവിടെ കഴുകുമരം ഉണ്ടായിക്കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. നീ ഇവിടെ നിന്ന് കുതന്ത്രങ്ങൾ മെനയത്തേ ഉള്ളൂ. അവൻ നീ അറിയാതെ മുഴങ്കാലം നിൽക്കുന്നവനാ. നീ പറഞ്ഞത് രാജാവിനോടാ, അവൻ പറഞ്ഞത് സ്വർഗത്തിലെ ദൈവത്തോടാ. പ്രൈസ് ദി ലോർഡ്. ഇവിടത്തെ നടക്കുന്ന പ്രശ്നങ്ങളെ കണ്ട്, നിനക്കെതിരെ വരുന്ന യുദ്ധങ്ങളെ കണ്ട്, നിനക്കെതിരെ വാദിച്ചു നിൽക്കുന്ന ശത്രുവിനെ കണ്ട് നീ ഭീതിപ്പെടാനൊന്നും വേണ്ട. മുഴങ്കാലം നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഉയരത്തിലെ ദൈവം നിന്റെ വിഷയങ്ങൾ ഇടപെടുക തന്നെ ചെയ്യും. യോശുവയോട് പറയുക, യോശുവേ, നീ യുദ്ധക്കളത്തിൽ യുദ്ധം ജയിക്കുന്നോ തോക്കുന്നോ എന്ന് നീ നോക്കണ്ട. നിനക്ക് കിട്ടുന്ന ആരേലുമായിട്ട് അവർക്ക് യുദ്ധം അറിയാമോ അറിയത്തില്ലയോ എന്ന് നീ നോക്കണ്ട. നീ അവരെയും കൂട്ടി യുദ്ധത്തിനായിട്ട് പോകുക. നീ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ മുഴങ്കാലിൽ നിൽക്കും. നീ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തിന്റെ വടി കൈ പിടിച്ചുകൊണ്ട് നിൽക്കും. നീ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. എന്റെ പ്രാർത്ഥന അവസാനിക്കത്തോളം സമയം നീ യുദ്ധം ജയിക്കുക തന്നെ ചെയ്യും.